ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഇന്ന് കുറേ എനിക്കിവിടെ 1 മാസം 2 മാസം കഴിഞ്ഞിട്ടാണ് ഒരു വ്ളോഗ് ചെയ്യണേ. കുറേ തിരക്കൊക്കെ ഇരുന്നു, പഠിത്തം പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കൊക്കെ ഇരുന്നു. അപ്പോൾ ഇന്നുള്ളത് വിയന്നയിലാണ്. എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ഓസ്ട്രിയയുടെ ക്യാപിറ്റലായ വിയന്നയിലാണുള്ളത്. എൻ്റെ മൊത്തം ജമണ്ടും കുരുവൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആക്ച്വലി രാവിലെ എത്തിയതാണ്. ഇപ്പോൾ മണി ഒരു 2 മണിയായി. ഞങ്ങളൊരു 8 മണി 9 മണിയപ്പോൾ എത്തിയതാണ്. ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടൽ ക്യാൻസലായിപ്പോയി. ഓവർ ബുക്ക്ഡ് എന്ന് പറഞ്ഞാൽ അവർ ക്യാൻസൽ ചെയ്തു. പിന്നെ ഹോട്ടലിൽ പോയി ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തപ്പോഴത്തേക്കും പിന്നെ അവർ നമുക്കൊരു അപ്പാർട്ട്മെൻറ്റ് ഫുള്ളായിട്ട് തന്നു. അന്നേരം ഒരു ചെറിയ മുറിയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയത് വലിയൊരു അടിപൊളി അപ്പാർട്ട്മെൻറ്റാണ്. ഇത് ഹോളാണ്. പിന്നെ അവിടെ 2 ബെഡ്റൂമൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞങ്ങളിവിടെ വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡാൻസ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. മലയാളീസിൻ്റെ ഡാൻസ് കോമ്പറ്റീഷനാണ്. മലയാളീസ് മാത്രമാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ 7 ഗേൾസ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ എൻ്റെ കൂടെ 3 പേരുള്ളൂ. ഞാനോട് കൂട്ടി 4 പേര്. ബാക്കി 3 പേര് നാളെ എത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ദിവസം വിയന്നെ കറങ്ങാം എന്നൊക്കെ ഓർത്താണ് ഇറങ്ങിയത്. ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ റൂം ക്യാൻസൽ ആയതുകൊണ്ട് അതൊരു പ്രശ്നമായി. പിന്നെ ഇവിടെ നല്ല മഴയാണ്. പക്ഷെ ഇച്ചിരി മഴ ഇപ്പോൾ കൊണ്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒന്ന് പുറത്തിറങ്ങാം എന്നുള്ള മൈൻഡിലാണ്. ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് പുറത്തിറങ്ങാം. ഇനി ഞങ്ങൾ സൺഡേയും കൂടി ഉണ്ട് ഇവിടെ. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ചെറിയ വ്ളോഗായിട്ട് ഒരുമിച്ച് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മുറിയെ കാണിച്ചാലും ഞങ്ങളുടെ മുറി. അപ്പോൾ ഞങ്ങളുടെ കിച്ചൺ ഞങ്ങൾ വിചാരിക്കാത്തൊരു കിച്ചൺ കിട്ടിയപ്പോൾ ഞങ്ങൾ ഇനി കുക്ക് ചെയ്യാന്നൊക്കെയുള്ള പ്ലാനൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ നടക്കുമെന്ന് അറിയത്തില്ല. ഓവൻ ഇവിടെ എന്താണ് ഡിഷ് വാഷർ. അവിടെ ഡിഷ് വാഷറാണോ? എൻ്റെ പൊന്ന് ജമ്മുണ്ട് ഡിഷ് വാഷറാണല്ലോ. ചെറുതൊന്നുമല്ല. ഇത്ര നമ്മൾ എന്തായാലും കുക്ക് ചെയ്യാൻ പോണില്ല. പിന്നെ കോഫി മെഷീൻ, ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനുള്ള സാധനം, പിന്നെന്താണ് കെറ്റില്, ഫ്രിഡ്ജ്. ഫ്രിഡ്ജ് പക്ഷേ ഇതിനകത്തൊന്നുമില്ല. പിന്നെ എന്താ കാവ്യനെ വിളിക്കേണ്ട അവിടെ ശ്രുതി. പിന്നെ കുറേ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ. ഞങ്ങൾക്ക് ഹോള്, ഞങ്ങളുടെ ബെഡ്റൂം കാണിച്ചിടാം. ഇതാണ് ബെഡ്റൂം. ആ പൊന്നു കുളിച്ചതിന് വന്നേക്കോള്, സാരില്ല, നല്ല മണോ. ഓക്കെ, ഞങ്ങളുടെ 2 ബെഡ്റൂംസ്. ബാത്റൂം കാണിക്കൂ. ഞാനിവിടെ ഒരു നമ്മുടെ റൂം ടൂർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാത്റൂം വിത്ത് ബാത്ത് അങ്ങോട്ട് മാറും. ഓക്കെ, ആൻഡ് ടോയ്ലറ്റ്. ഇവര് 3 പേരാണുള്ളത്. കാവ്യ, ശ്രുതി, പൊന്നു. ബാക്കി 3 പേര് നാളെ എത്തുള്ളൂ. ഇവിടെ ശ്രുതി ഒന്നും കഴിച്ചിട്ടില്ല. വീഡിയോ ആണ്, ഒന്നും കഴിച്ചിട്ടില്ല. ഇവിടത്തെ എന്തെങ്കിലും സ്പെഷ്യൽ കഴിക്കാന്ന് ഓർത്താണ് ഇറങ്ങിയേക്കണം. ഇവിടെ കയറിയ കടയിലാണെങ്കിൽ ഫുള്ളാണ്. ഒരു തുള്ളി സ്ഥലമിരിക്കുക. പൊന്നുവിന്റെ സാൻഡ്വിച്ച് കാണിക്കൂ. ഇതാണ് ഇവിടുത്തെ ഒത്തൻറ്റിക് ഫുഡ് എന്നറിയപ്പെടുന്ന വീൻ ഷ്നിറ്റ്സൽ. ഞങ്ങൾ ചിക്കനാണ് ഓർഡർ ചെയ്തത്. അപ്പം ഞാൻ കഴിച്ചു നോക്കട്ടെ. ഞങ്ങൾ കഴിച്ചതിന് ഇറങ്ങിയപ്പോൾ കൊടും മഴ, കഴിക്കാനിരുന്നപ്പോൾ നല്ല വെയിലും. ടെറിബിൾ. ഇന്ന് സ്ഥലമൊന്നും മര്യാദക്ക് കാണലൊന്നും നടക്കും തോന്നുന്നില്ല. അല്ല അല്ല പറയൂ. അല്ല വഴി അങ്ങോട്ടേക്കാ. ഞങ്ങളതുകൊണ്ട് മഴയത്ത് പെട്ടിരിക്കുക. അല്ല കൊട എനിക്ക് കിട്ടുന്നില്ല. ഏതെങ്കിലും ഒരു സ്ഥലമെങ്കിലും ഇന്ന് വന്നിട്ട്. ഞങ്ങൾ ആക്ച്വലി രാവിലെ സെയിൻറ്റ് സ്റ്റീഫൻസ് ചർച്ചിൽ പോയായിരുന്നു. അത് അടിപൊളിയായിരുന്നു. പക്ഷെ ഉള്ളിലൊന്നും കയറാൻ പറ്റില്ല. ജനം എന്ന് വെച്ചാൽ അത്രയും ജനം. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ലഗേജും ബാഗും മഴയും എല്ലാം കൂടെ ആയതുകൊണ്ട് അന്നേരം ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ അവിടെ ഒന്നും കൂടെ പോകണം. അതാണ് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടി, വിയന്നയുടെ ഏറ്റവും ബ്യൂട്ടി. അപ്പം ഞങ്ങൾ ഇപ്പം എവിടെയെങ്കിലുമൊക്കെ പോട്ടെ. നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡനിലെത്തി. ബെൽവെഡേർ പാലസിൻ്റെ ബൊട്ടാനിക്കൽ ഗാർഡൻ. എന്താണ് ബെൽവെഡേർ? അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അടിപൊളി പാലസാ, കാണാൻ പോയിക്കൊണ്ടിരിക്കുന്നു.
പാലസ് ഞങ്ങളെ പറ്റിച്ചു. ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുക. മഴ ഞങ്ങളെ ചതിച്ചു ഗൈസ്. എല്ലാവരുടെയും ദയനീയ അവസ്ഥ. It's Marina Talk to me with Bluetooth. Specials on my own, my CFBs. Done it, up, down, done it, up, down. Oh, trying to cut my hair. Lass dich liegen schnell, cause baby, ich schon mehr von diesen da no. Da no, nee. ഞങ്ങൾ നല്ല ഭംഗിയുള്ള സ്ഥലത്ത് പോകുമ്പോൾ മഴ. അവിടെ നിന്ന് കറക്റ്റ് ഇറങ്ങി ഒരു കടയിലേക്ക് പോയപ്പോൾ വെയില്. ഇത് തന്നെയായിരുന്നു ഉച്ചയ്ക്കും. ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ വെയില്, ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ മഴ. അയ്യോ, ഇനിയിപ്പോൾ തന്നെ അരമണിക്കൂർ അടുത്ത മഴ വരും. ഇന്ന് ഇവിടുത്തെ ക്ലൈമറ്റ് വളരെ മോശമാണ്. ഗുഡ് ഡേ. കുറെ നാളുകൾക്ക് ശേഷം നാട്ടിൽ എത്തിയ പോലും ഉണ്ട്. എന്താ ചമ്മന്തിപ്പൊടിയാണോ? ചില്ലി പൗഡർ എന്നാ എഴുതിയേക്കണല്ലോ. ലഡു ഒക്കെ ഉണ്ട്, പക്ഷെ ലഡു ഒന്നും എടുക്കുന്നില്ല. കറിവേപ്പില എടുക്കുന്നില്ല നിങ്ങള്? ചക്ക ചക്ക വേണ്ട, ഞാൻ വലിയ ചക്കല്ല പറല്ല. കറിവേപ്പില എടുക്കുന്നില്ല. 5 യൂറോയ്ക്ക് 5 ചക്കപ്പഴം കഴിക്കാൻ പറ്റുമല്ലോ. ഇവിടെ കേറിട്ട് എല്ലാവർക്കും ഒട്ടും ആക്രാന്തമില്ല. എല്ലാരും കൈ നിറച്ച സാധനങ്ങളാണ്. എന്നെ വന്നത് ഇതിനാണോ എന്ന് ഇപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താണ് പൊന്നു നിനക്ക് വേണ്ടത്? എടുക്കുന്നുണ്ടോ? ഞങ്ങൾ തിരിച്ചെത്തിട്ട് കുറേ നേരം എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പൊറോട്ടയും ബീഫ് കറിയും, നിങ്ങൾ അവിടുത്തെ ആ സൂപ്പർ മാർക്കറ്റിന്റെ തന്നെ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് വാങ്ങി ബീഫ് കറി പ്ലസ് ഫ്രോസൺ പൊറോട്ടയും. ശ്രുതി പൊറോട്ട അടിക്കാനായിട്ട് ശ്രുതി അയ്യോ കരിഞ്ഞു പോയത്. ശ്രുതി എക്സ്പേർട്ടാണ് പൊറോട്ട അടിക്കാൻ. ഹലോ ആൻഡ് ഇന്ന് ഡേ 2 ആണ്. ഇന്നാണ് ഞങ്ങളുടെ കോമ്പറ്റീഷൻ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഞങ്ങൾ പള്ളി പോവാണ്. സെയിൻറ്റ് സ്റ്റീഫൻസ് ചർച്ച്, ഇവിടുത്തെ ഏറ്റവും ഫേമസ്. ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഞങ്ങൾ പോയി, പക്ഷേ ഉള്ളൊന്നും മര്യാദ കാണാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ രാവിലെ അങ്ങോട്ട് പോയിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം എന്ന് ഓർത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ അപ്പം തന്നെ തിരിച്ച് റൂമിൽ വരും. പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. 1 മണിക്ക് അവിടെ കോമ്പറ്റീഷൻ തുടങ്ങും. ഞങ്ങൾക്ക് 4 മണിക്ക് എന്തോണം. ബാക്കി വ്ളോഗൊന്നും ഞാൻ അങ്ങനെ കാര്യമായിട്ട് ആഡ് ചെയ്യുന്നില്ല.
ചെറിയ ചെറിയ ഷോർട്സ് മാത്രമേ ആഡ് ചെയ്യുള്ളൂ. എന്നിട്ട് ബാക്കി നാളെ കാണാം. ഓക്കെ, ഡേ 3. ഓക്കെ, ഡേ 3ലേക്ക് ബാക്കി കറക്കങ്ങളൊക്കെ. ഇന്നിപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ്. പക്ഷെ ഉച്ചയാകുമ്പോഴത്തേക്ക് വീണ്ടും മഴ വരുന്നുണ്ട്. അപ്പം അതിനു മുമ്പ് പോയിട്ട് വരണം. ഇതാണ് കാൽപ്ലാറ്റ് ഒപ്പേറ. ഇവിടെയാണ് ഒപ്പേറ നടക്കുന്നത്. വിയന്നയിൽ ഒപ്പേറ ഭയങ്കര ഫേമസാണ്. ഒരു സ്റ്റേജിൽ ഇങ്ങനെ പാട്ടൊക്കെ അങ്ങനെ സംഭവം. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കാണാൻ. അപ്പം നമ്മളതിന് പോകുന്നില്ല. പക്ഷേ ഈ ബിൽഡിംഗ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ പള്ളിയുടെ വ്യൂ ഉണ്ടല്ലോ, അതിൻ്റെ ആർക്കിടെക്ചറും ഒരു രക്ഷയില്ല. ഇത് ഗോത്തിക് ആർക്കിടെക്ചറിൽ ചെയ്തേക്കുന്നതാ. എന്തൊരു ബ്യൂട്ടിയല്ലേ. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടാണെന്നറിയാം ആർക്കിടെക്ചർ. ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. കണ്ടിട്ട് കണ്ണ് തള്ളുവാണ്. ഓരോന്നും ഓരോ പണികളും ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഹലോ, വെൽക്കം ടു ഡേ 3. ഇന്നലത്തെ ഡേനെ കുറിച്ചൊന്നും പറയണ്ട അല്ലേ. ഞങ്ങൾക്ക് പ്രൈസ് ഒന്നും കിട്ടിയില്ല കോമ്പറ്റീഷന്. പിന്നെ ഭയങ്കര മോശം ജഡ്ജ്മെന്റ് ആയിരുന്നു. ഞങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ടല്ല കേട്ടോ. ഞങ്ങൾ ഭയങ്കര സംഭവം ആയിരുന്നു. നമ്മൾ ഓക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്കാളും അടിപൊളിയായിട്ട് കളിച്ച കുറേ ടീമൊക്കെ ഉണ്ട്. കുറേ ടീമിൽ ഒരു ടീമുണ്ടായിരുന്നു. നമ്മൾ തന്നെ നമ്മൾക്ക് വീഡിയോ കിട്ടിയവരുടെ സൂപ്പറായിട്ട് അവർ കളിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഫസ്റ്റിൽ സെക്കൻഡിൽ തേർഡിൽ. അപ്പോൾ തന്നെ എനിക്ക് തോന്നി ജഡ്ജ്മെൻറ്റ് അത്ര മോശമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ പിന്നെ വേറെ ഒന്നും ഫസ്റ്റ് കിട്ടിയതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ ഉണ്ട്. പക്ഷേ മറ്റേ ടീമിന് എന്തെങ്കിലും ഒരു പ്രൈസ് അല്ല, ശരിക്കും ഫസ്റ്റ് കിട്ടേണ്ടതായിരുന്നു. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രൈസ് കൊടുക്കാമെന്നൊക്കെ ഞങ്ങൾക്ക് തോന്നി. പിന്നെ ഇതൊരു എക്സ്പീരിയൻസ് അല്ലേ, എന്തായാലും വിയന്നെ കാണാൻ പറ്റിയല്ലോ. ഓക്കെ, യാ. അപ്പം ഇന്ന് ഡേ 3 ആണ്. ഞങ്ങളന്ന് മഴയത്ത് പോയ ആ കാസലിൽ ഒന്നുകൂടെ പോവാണ്. ബിക്കോസ് അത് ഞങ്ങൾക്ക് അന്ന് മര്യാദക്ക് ആസ്വദിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒന്നുകൂടെ പോവാണ്. പിന്നെ ഇവള് ഉച്ചയാകുമ്പോൾ പോവും, ഞങ്ങൾ രാത്രിയേ പോവുള്ളൂ. അങ്ങനെ ഡേ 3ലേക്ക് വന്നിരിക്കുകയാണ്. എന്തൊക്കെ കാഴ്ചകൾ ഇന്ന് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, നോക്കാം.
ഈ സ്ഥലം കണ്ട് നിങ്ങൾക്ക് വല്ല പരിചയം തോന്നുന്നുണ്ടോ? സ്വപ്നക്കൂട് സിനിമയിൽ ഭൂരിഭാഗം സീൻസും ഈ വിയന്നയിൽ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ ഒരു പൂ മാത്രം ചോദിച്ചു ആ പാട്ട് കുറേ സീൻസ് ഈ സ്ഥലത്തുണ്ട്. ഈ വാട്ടർഫോൾസും ആ ചെറിയ കെട്ടിടം പോലെയൊക്കെ എന്തായാലും അടിപൊളിയാണ്. പൊന്നുവിനെ ഒന്ന് പുറത്താക്കിയിട്ട് വേണം വേഗം അടുത്ത വ്ളോഗ് എടുക്കാൻ. ഞങ്ങൾ ആകെ ഹറിബറിയാണ് ഇവളെ കൊണ്ട് ആക്കണമുണ്ട്. ഞങ്ങൾ ഈ ചോക്ലേറ്റ് കേക്ക് വാങ്ങിച്ചു. ടു യമ്മീട്ടോ കണ്ടിട്ട് കൊതിയാവുന്നു. വേഗം നമ്മൾ എന്തെങ്കിലും ഒരു സുവീനിയർ വാങ്ങിക്കാൻ കയറിയതാ. ഞങ്ങൾ പൊന്നൂനെയൊക്കെ കൊണ്ട് ആക്കി. ഞങ്ങളുടെ ലഗേജ് കൊണ്ട് ഞങ്ങൾ വേറെ സ്ഥലത്തൊക്കെ വെച്ചിട്ട് നമ്മൾ ഹോഫ്ബർഗ് മ്യൂസിയം കാണാൻ പോവാണ്. ഉള്ളിൽ കയറലുണ്ടാവില്ല, ബിക്കോസ് ഭയങ്കര എക്സ്പെൻസീവാണ്. പുറത്ത് കുറേ കാണാനുണ്ട്. അപ്പം അതിലേക്ക് ഞങ്ങൾ എൻ്റർ ചെയ്യുവാണ്. പിന്നെ ആ മൂവിൻ്റെ ബാക്കി സോങ്സ് ഇല്ലേ, കറുപ്പിനഴക്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് തന്നെ ആ ഒരു പൂമാത്രത്തിൻ്റെ കുറച്ചുകൂടി ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇതൊരു മെയിൻ സ്ഥലമാണ്. ആ സ്റ്റാച്യൂസാണ് ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് തിങ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പ്രാത്തർ. ഇവിടുത്തെ ഏറ്റവും മെയിൻ അട്രാക്ഷൻസ്. ബലൂണാണ്. ഞങ്ങൾ എന്തിന്റെ ഉള്ളിൽ കയറി പോണ്ട്.
സന്തോഷം. താഴത്തോട്ടാണോ നമ്മൾ തിരിച്ചു പോവാം? ഇതിന്റെ മേത്തേക്ക് വരണം. എങ്ങനെയുണ്ടായിരുന്നു ഗൈസ്? പേടിച്ച് ഒച്ചപ്പാട് ഇവർ രണ്ടുപേരും കൂടി സൈക്കോയിൽ കയറി, ഞാൻ കയറിയില്ല. എനിക്കിത് കണ്ടപ്പോ തന്നെ തോന്നി ടെറിബിളാന്ന്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? കാവ്യ വേർത്ത് കുളിച്ചാണ് ഇറങ്ങിയേക്കണത് ടെൻഷൻ അടിച്ചിട്ട്. ഇതുകൊണ്ടാണ് ഞാൻ വരാനത്, മനസ്സിലായോ? എന്നെ കൊണ്ട് പറ്റത്തില്ല. ചത്തു, ഞങ്ങൾ ചത്തു. എല്ലാം സ്ലോ മോഷനായി. ഇന്നത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. എന്ത് ടവറാ? ഡാന്യൂബ് ടവർ. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങളുടെ ക്രാക്കോയ്ക്ക്, സ്വന്തം നാടായ ക്രാക്കോയ്ക്ക് പോകും. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് എനിക്ക് തോന്നിയത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടാണ്. കാര്യം അണ്ടർഗ്രൗണ്ട് തന്നെ മെട്രോസ് ഇങ്ങനെ U1, U2, U3 നമ്മൾ ഒരു ട്രെയിനിൽ നിന്ന് ഇറങ്ങി അടുത്ത ട്രെയിനിലേക്ക് നടക്കണം, സ്റ്റെയർ ഇറങ്ങണം, എസ്കലേറ്റർ കയറണം, അവിടുന്ന് പുറത്തിറങ്ങി ട്രാം പിടിക്കണം, ഇങ്ങനെ. അയ്യോ, ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് തന്നെയാണ് പകുതി ഞങ്ങൾ ടയേർഡായത്. അത് മാത്രമാണ് എനിക്ക് ഇവിടെ പ്രശ്നം. അടിപൊളി സ്ഥലമൊക്കെയാണ്, പക്ഷെ നടന്ന് കാല് ഒരു പരിവായി. ടിക്കറ്റ് ഇതിന്റെ മേളിൽ കയറാൻ ഇത്ര 14 യൂറോ സ്റ്റുഡൻസിനും. നിനക്ക് എത്രയായി? 18 യൂറോ സാധാരണ ഒരു അഡൽട്ടിന്. ഞങ്ങൾ ആകാശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചെവി അടഞ്ഞു. Wow. Wow. What a view. ഈ കഫേയില് കറങ്ങും എന്നിവർ പറയപ്പെടുന്നു. സ്ലോവില് സൂക്ഷിച്ചു നോക്കി അറിയാം ഇത് കറങ്ങുന്നുണ്ട് അല്ലേ? യെസ്, ഈ മൂല നോക്കി അറിയാം കറങ്ങുന്നുണ്ടോ. സ്ലോയില് ഇതായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് ലൊക്കേഷൻ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോളണ്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.